നമസ്കാരം. പതിരും കതിരും. വിശപ്പിൻ്റെ വിഭവങ്ങൾ വെറുപ്പോളം അശിച്ചാലും വിശിഷ്ടഭോജ്യങ്ങൾ കാൺകിൽ കൊതിയാമാർക്കും. ഇങ്ങനെ കവി പാടിയ പോലെയായി കാര്യങ്ങൾ. വിശപ്പിന് മുമ്പിൽ തൻ്റെ വിപ്ലവം അടിയറവ് വെച്ച ഒരു പോളിറ്റ് ബോറൻ സഖാവാണ് എ വിജയരാഘവൻ. പാർട്ടിയും ഭാര്യയും തോറ്റു തുന്നം പാടിയതോടെ പ്രാണതന്ത്രികൾ പൊട്ടി പാരവശ്യത്തിൽ നടക്കുകയാണ് ഈ സഖാവ്. വിശപ്പിന് മുമ്പിൽ ഒരു സഖാവും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് വിജയരാഘവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിജയരാഘവൻ എന്നല്ല, പഴയ സഖാക്കളും അങ്ങനെ തന്നെയായിരുന്നു. ഹരിദ്വാറിലെ ഒരു സത്രത്തിൽ തലമുണ്ടനം ചെയ്ത് കുടുമയും ശിഖയും വെച്ച് രഹസ്യമായി പി കൃഷ്ണപിള്ള താമസിച്ചിരുന്നു. കൃഷ്ണപിള്ളയെ തിരിച്ചറിഞ്ഞ ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഈ പൂണൂലും ശിഖയും? കൃഷ്ണപിള്ള പറഞ്ഞത്, ധർമ്മശാലയിൽ നിന്നും ചക്കാത്തിന് ശാപ്പാട് തരപ്പെടണമെങ്കിൽ ബ്രാഹ്മണനാകണം എന്നായിരുന്നു. ഇന്നത്തെ സഖാക്കൾക്ക് പക്ഷേ ഒളിജീവിതം നയിക്കാതെ തന്നെ, വേഷപ്രച്ഛന്നരാകാതെ തന്നെ വിശിഷ്ടഭോജ്യങ്ങൾ ആവോളം നുകരാൻ കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മുടെ എ വിജയരാഘവൻ SDPI നേതാവിനൊപ്പം ഒരു വിരുന്ന് കഴിച്ചു. അത് വിവാദമായി. വിരുന്നിന് ആര് വിളിച്ചാലും ഞാൻ പോയി കഴിക്കുമെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. അതൊക്കെ നമ്മുടെ മൗലിക സ്വാതന്ത്ര്യമാണ്. സൗഹൃദം, ഭക്ഷണം, ഇടപെടലുകൾ അതൊക്കെ എല്ലാ മനുഷ്യർക്കുമുള്ള അവകാശമാണ്. അതിൽ രാഷ്ട്രീയമില്ല. മനുഷ്യസഹജമായ കാര്യം മാത്രമാണത്. ഞാൻ പോയത് കള്ളുഷാപ്പിലല്ല എന്നും വിജയരാഘവൻ പറഞ്ഞു. അല്ല രാഘവോ, നിങ്ങൾ കള്ളുഷാപ്പിലൊന്ന് പോയാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴുമോ? കള്ളുഷാപ്പാണ് ലോകം, ഇവിടെ കോലാഹലം സൗഹൃദമെന്ന് കവി പാടിയത് ഓർക്കുന്നില്ലേ? ഞാൻ സ്വീകരിക്കുന്നതൊന്നും എൻ്റെ നയങ്ങളല്ല, പാർട്ടിയുടെ നയങ്ങളാണ്. ഞാൻ പറയുന്നത് CPMൻ്റെ നിലപാടാണ്. അത് കാർക്കശ്യത്തോടു കൂടി പറയും. ഏതു വർഗീയതയും ഞാൻ വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കും. ഏതുതരം വർഗീയതയോടും എനിക്ക് സന്ധിയില്ല. ചുരുക്കി പറഞ്ഞാൽ വർഗീയതയെ എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് SDPI നേതാവിനൊപ്പം ഇരുന്ന് സഖാവ് ഭക്ഷണം കഴിച്ചത്. ഈ വിഷയത്തെപ്പറ്റി ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് വിജയരാഘവൻ ഒരു നിർദ്ദേശം കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യണം, നല്ല ഭക്ഷണമേ കഴിക്കാവൂ. ഞാൻ കഴിച്ച മാതിരി ഉച്ഛിഷ്ടം കഴിക്കരുത്. അത് നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ വിജയരാഘവന് നല്ല ഭക്ഷണമെന്ന് പറയുന്നത് വീട്ടിലെ ചോറോ പാർട്ടി ചോറോ അല്ല, SDPI നേതാവിനൊപ്പം ഇരുന്ന് കഴിച്ച വിശിഷ്ട ഭോജ്യമാണ്. അല്ല വിജയരാഘവ, ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ സൗഹൃദത്തെപ്പറ്റിയും സാമാന്യ മര്യാദയെപ്പറ്റിയും ഇടപെടലുകളെപ്പറ്റിയും ഒക്കെ പറഞ്ഞല്ലോ. മുൻപൊരിക്കലൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് എന്ന യുവതി അവരുടെ പാർട്ടിയിലെ ഒരു ഘടകകക്ഷി നേതാവായ കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയി. അന്ന് എന്ത് തെമ്മാടിത്തരമാണ് നിങ്ങൾ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത്? അവിടെ സാമാന്യ മര്യാദയും വകതിരിവും ഒന്നുമില്ലേ? വിജയരാഘവൻ അറിഞ്ഞായിരുന്നോ? അന്ന് നിങ്ങൾ പരിഹസിച്ച 2 പേരും ഇപ്പോൾ നിയമസഭയിലുണ്ട്. നിങ്ങളുടെ ഭാര്യ വീടും തലയിൽ വെച്ചിപ്പോൾ നാട് നന്നാക്കാൻ നടക്കുകയാണ്. അവർക്കിപ്പോൾ പാപങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അടിസ്ഥാന വർഗത്തിൻ്റെ മോചനമാണ് ഒരു സർക്കാർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യമെന്നൊക്കെ പറഞ്ഞ് അവരിറങ്ങിയിട്ടുണ്ട്. വിജയരാഘവൻ പാർട്ടിയെ തോൽപ്പിച്ചു, ഭാര്യയെ ജനങ്ങൾ തോൽപ്പിച്ചു. പുതിയ സർക്കാർ അധികാരമേറ്റതല്ലേ ഉള്ളൂ രാഘവ. നിങ്ങൾക്ക് 2 പേർക്കും കൂടി വീട്ടിലിരുന്ന് പരസ്പരം ഒന്ന് ആലോചിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റതെന്ന് മനസ്സിലാക്കിക്കൂടെ? എന്നിട്ട് ഗോവിന്ദൻ്റെ മകൻ ഉപദേശിച്ച പോലെ പോയി കണ്ണാടി നോക്കണം. കുറച്ചുകൂടി കമ്മ്യൂണിസം ബാക്കിയുണ്ട്. നിങ്ങൾ 2ഉം കൂടി കാര്യമായി ഉത്സാഹിച്ചാൽ അതിൻ്റെ ഒരു കൊണിശം കൂടി ഇല്ലാതാക്കാൻ കഴിയും. ഭർത്താവ് പോളിറ്റ് ബ്യൂറോയിലും ഭാര്യ ക്യാബിനറ്റിലും ഇരുന്ന് ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ ചില്ലറയൊന്നുമല്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി ആഹാരം കഴിക്കുകയോ ഏതു വർഗീയവാദിയുടെയും കിടപ്പുമുറിയിൽ പോയി ഉറങ്ങുകയോ ചെയ്തു കൊള്ളുക. ഇതൊന്നും നാട്ടുകാരെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ മറ്റുള്ളവർ തുമ്മിയാലും ചീറ്റിയാലും ഉടൻ പരിഹാസവും പുച്ഛവുമായി ഇറങ്ങി വന്നേക്കരുത്. നിങ്ങൾ പോയി വിരുന്നുണ്ട സ്ഥാനത്ത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ മന്ത്രിയോ BJPക്കാരനോ ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? പ്രഥമ ദൃഷ്ടിയ എല്ലാ വർഗീയ സംഘടനകളുമായിട്ടും നിങ്ങൾ അകൽച്ചയിലായിരുന്നു. പക്ഷേ വിരുന്നുമേശയിൽ കൂടിയുള്ള അന്തർധാര സജീവമായിരുന്നു. വളിപ്പും വിവരദോഷവും സർവപുച്ഛവുമായി നടക്കുന്ന ഈ വിപ്ലവകാരികളിൽ നിന്ന് എന്നാണ് ഈ പ്രസ്ഥാനത്തിനൊരു മോചനം കിട്ടുക? തോറ്റു തുന്നമ്പാടി അണ്ണാക്കിലടിച്ചിട്ടും ചിരി കൊണ്ടോട്ടയടയ്ക്കുകയാണ് വിജയരാഘവനും ഗോവിന്ദനുമെല്ലാം. കഴിഞ്ഞ ദിവസം മലയിടം തുരുത്തിൽ നടന്ന കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ചെന്ന് നിന്ന് ബിന്ദു നടത്തിയ രോഷപ്രകടനവും നിസ്വജനങ്ങളോടുള്ള പരിലാളനയും കണ്ടാൽ നമ്മൾ കൊതിച്ചു പോകും. സർക്കാർ ചെലവിൽ മേടിച്ച 30,000-ൻ്റെ കണ്ണാടിയാണിപ്പോഴും മോന്തക്കിയിരിക്കുന്നത്. ഭരണത്തിൻ്റെ ആനപ്പുറത്തിരുന്നപ്പോൾ ബിന്ദുവിന് കണ്ണു കാണുകയില്ലായിരുന്നു. ഇപ്പോൾ കുറേശ്ശെയായി തിമിരം മാറി കാഴ്ച തെളിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഇദ്ദേഹം അമ്പലപ്പുഴയിൽ പോയി പ്രസംഗിച്ചത് ഓർമ്മയില്ലേ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആദ്യത്തെ വരി എന്താണ്?
ഇതുവരെയുള്ള മനുഷ്യചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണെന്ന ആദ്യത്തെ വരിയാണ് സുധാകരൻ മനസ്സിലാക്കാതെ പോയത്. മാനിഫെസ്റ്റോ മുഴുവൻ വായിച്ചിട്ട് കാര്യമില്ല. സുധാകരൻ ഇതുവരെ വായിച്ചത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തല കിഴുക്കാൻ തൂക്കായിട്ടായിരുന്നു. അങ്ങനെ മാനിഫെസ്റ്റോ തല കിഴുക്കാൻ തൂക്കായി വായിച്ച വർഗവഞ്ചകൻ ഇപ്പോൾ നിയമസഭയിലിരിപ്പുണ്ട്. പ്രോട്ടൈം സ്പീക്കറായി പിണറായിക്ക് അദ്ദേഹം സത്യപ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. അവർ രണ്ടുപേരും ജയൻ്റായി കയ്യും കൊടുത്തു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ നേരെ പിടിച്ച് വായിച്ച വിജയരാഘവനും പെണ്ണും പിള്ളയും വീട്ടിലിരിക്കുന്നു. വെറുതെയല്ല ജി സുധാകരൻ വിജയരാഘവനെ പറ്റി പറഞ്ഞത് ഇയാൾ പരാജയ രാഘവനാണെന്ന്. വിജയരാഘവൻ എവിടെ പോയി പ്രസംഗിച്ചാലും പാർട്ടിക്ക് 5000 വോട്ട് കുറയുമെന്ന് സുധാകരൻ പറഞ്ഞത് വെറുതെ അല്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുന്നത് ഈ വിജയരാഘവൻ്റെയും ഗോവിന്ദൻ്റെയും കുടുംബവുമായി ബന്ധപ്പെട്ട് ശരിയായി വന്നിരിക്കുന്നു. മനുഷ്യൻ്റെ കണ്ണീര് കാണാതെ പൂക്കി മുഖ്യമന്ത്രിയായിരുന്നിട്ട് കാര്യമില്ലെന്നാണ് ബിന്ദു സതീശനെ പറ്റി പറയുന്നത്. കയ്യിലിരിക്കുന്ന റേഷൻ കാർഡിന് കിട്ടുന്ന യൂണിറ്റ് അരി വാങ്ങി ഒന്നിച്ചൊരു വീട്ടിലിരുന്ന് പാചകം ചെയ്ത് കഴിച്ചിരുന്നെങ്കിൽ അരിയാഹാരം ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന സാധാരണ മനുഷ്യർക്കുള്ള അല്പം ഗുണമെങ്കിലും നിങ്ങൾക്ക് 2 പേർക്കും കിട്ടുമായിരുന്നു.